ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ബാക്കിലിരിക്കുന്ന ക്ലോക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഉച്ചയായ ഇന്നത്തെ പണിയൊക്കെ തുടങ്ങിയപ്പോഴത്തേനും. പണി എന്ത് തുടങ്ങുന്നതിന് മുമ്പും ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ബെഡൊക്കെ ഒന്ന് വിരിച്ച് പുതിയ ഷീറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഉന്മേഷം കേട്ടോ, ബാക്കി ദിവസം ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ കിടക്കുന്ന റൂം തന്നെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷീറ്റെല്ലാം മാറ്റി ഒന്ന് വാക്യൂമും ഒക്കെ ചെയ്തു. പിന്നെ ബാത്റൂം ഒന്ന് വൃത്തിയാക്കണം. ബാത്റൂം ജസ്റ്റ് എല്ലാം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇന്നൊരു ക്വിക്ക് റീസെറ്റാണ്. പിന്നെ ഇവിടെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടോ. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഇപ്പം വിൻ്റർ ക്ലോത്ത്സ് എല്ലാം പുറത്തിറങ്ങിയേക്കുന്നത്. ഒരു രക്ഷയില്ല. കാനഡയിലൊക്കെ ഉള്ളവർ പറയും ഇവിടെയൊക്കെ സമ്മറാണെന്ന്. കാരണം ഇവിടെ മാക്സിമം പോകുന്ന ഒരു 5 degrees ഒക്കെ വരിക. എന്നാൽ കൂടി നമുക്കിത് ഭയങ്കര തണുപ്പാട്ടോ, ഒരു രക്ഷയില്ല. തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ല. ജസ്റ്റ് കമ്പിളിക്കുള്ളിൽ മൂടി പൊതിച്ച് കിടക്കാനേ തോന്നുള്ളൂ. ഇതിൻ്റെ സുഖത്തിലായിരിക്കും. മോള് നല്ല കുറച്ച് ഒത്തിരി ഏറെ ഇന്ന് ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ട് അവൾ ഉറങ്ങുന്ന സമയത്തേക്ക് പെട്ടെന്ന് പണികളെല്ലാം തീർക്കാമെന്ന് വിചാരിച്ചു. അവളെ അവിടെ പ്രാമി കിടത്തി ഉറക്കിയേക്കാണ്. അപ്പോൾ ബാത്റൂം എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം തലേദിവസം തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണിയെല്ലാം അലക്കാനിട്ടായിരുന്നു. ഡിലേ സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇട്ട് കഴിയുമ്പോൾ രാവിലെ തുണി അലക്കുള്ളൂ. അത് ആയിട്ടുണ്ട്. അപ്പം ആ തുണിയെല്ലാം കൂടെ എടുത്ത് ഡ്രയറിലോട്ട് ഇടുക. പിന്നെ ഒരു പുതിയ സെറ്റ് അലക്കാൻ പൊതുവെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പുറത്ത് തുണി കൊണ്ട് വിരിച്ചിടുക എന്നുള്ളത്. എന്തോ ചിലപ്പോൾ നമുക്ക് ചില പണികൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത പണികളില്ലേ, ഇതങ്ങനത്തെ ഒരു പണിയാണ്. അപ്പോൾ പിന്നെ എത്ര വെയിലുണ്ടെങ്കിലും ഞാനെപ്പോഴും ഡ്രയർ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇഷ്ടം. പിന്നെ ചില തുണികൾ ഈ വിൻ്റർ ക്ലോത്ത്സും അങ്ങനെ ചില വലിയ ഷീറ്റും ഒക്കെ പുറത്തിടാനേ പറ്റുള്ളൂ. അപ്പോൾ അത് നേരെ കൊണ്ട് പുറത്തിടുക. പിന്നെ കുറച്ച് ടവൽസ് എല്ലാം അലക്കാനുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഒരു ലോഡും കൂടെ അലക്കാനിട്ടു. വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ, ഡ്രയർ അങ്ങനത്തെ മെഷീൻസൊക്കെ മനുഷ്യർ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ലൈഫ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം നമ്മൾ മാക്സിമം അത് എളുപ്പമാക്കാനായിട്ട് നമ്മൾ നോക്കുക. കഷ്ടപ്പെട്ടാലേ നമുക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് മാക്സിമം നമ്മുടെ ലൈഫ് എളുപ്പവും കംഫർട്ടബിളും ആക്കാനായിട്ട് നമ്മൾ മാക്സിമം അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ലൈഫും എളുപ്പമായിരിക്കും. നമുക്ക് ഫ്രസ്ട്രേഷൻസും കുറച്ച് കുറയും. അതാട്ടോ എൻ്റെ ഒരു വിശ്വാസം. ഇന്നെന്തായാലും ചെറിയ ആളുടെ ടൈമിങ് അടിപൊളിയായിരുന്നു. എല്ലാം തീർന്നപ്പോഴത്തേനും എണീറ്റതാ. എണീക്കുന്നതിന് മുമ്പ് തന്നെ എന്തായാലും വീട് മൊത്തം ഒന്ന് റീസെറ്റ് ചെയ്യാൻ പറ്റി. ഇത്രയും കാര്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു പ്രൊഡക്റ്റീവ് ഫീലാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് അതിൻ്റെ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയേ ഉള്ളൂ. ഇഷ്ടമായി എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ. ബൈ.